ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മുഖത്തൊരു ഗ്ലോ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ടീനേജ് പ്രായം മുതലേ ഉണ്ട്. കാരണം ഞാൻ സ്കിന്നൊന്നും അധികം കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പം ഇപ്പോൾ അതിന് ഫലമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് സ്കിന്നിലുണ്ട്. അപ്പം ഞാനത് സഹിച്ച് ജീവിക്കുകയാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ എന്തായാലും കെയർ ചെയ്യണം. ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. അപ്പോഴാണ് നമ്മുടെ മുഖത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പം ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. ഇത് വെളുത്തിട്ട് പാറാനൊന്നും പറ്റുന്ന അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അങ്ങനെയൊന്നും പറ്റുന്നതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നമ്മുടെ സ്കിൻ കളറ് നമ്മൾ വലിയ ട്രീറ്റ്മെൻറ്റ്സ്, കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ സ്കിൻ കളറ് ഇങ്ങനത്തെ ഹോം റെമഡീസ് വെച്ചിട്ട് മാറ്റാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ആൾക്കാരുടെ ഇടയിലൊരു അബദ്ധമായിട്ടുള്ള ഒരു കാര്യം പ്രചരിപ്പിക്കുകയാണെന്നേ ഞാൻ പറയുള്ളൂ, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ സ്കിൻ കളറൊന്നും ചേഞ്ച് ചെയ്യില്ല. നമ്മുടെ ഉള്ള സ്കിൻ കളറിൽ ഒരു ഗ്ലോയും അതേപോലെ നമുക്ക് ടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റം വരുത്താനും പിന്നെ മുഖത്ത് വല്ല കുരുവോ പാടുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെയാണ് ഇതുകൊണ്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരു പാക്കുകളും ഒരു വീക്കിൽ ഡെയിലി യൂസ് ചെയ്യരുത്. അപ്പോൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പാക്കുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമുക്ക് സ്കിൻ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവാതിരിക്കും കേട്ടോ. അപ്പം ഞാനിനി ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശർക്കരയും പാലും കൂടി കുറുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ അലർജി ഉള്ളവർ ഒരിക്കലും മഞ്ഞൾ ചേർക്കരുത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഞാനിതിൽ 1.5 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമുക്ക് അരിപ്പൊടി ചേർക്കാം. അപ്പം അതിന് ശേഷം നമുക്ക് നാരങ്ങ വെള്ളം, അതൊരു 5-6 തുള്ളി നാരങ്ങ അതിൻ്റെ ജ്യൂസ് അതും കൂടി അപ്ലൈ ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു കുഴമ്പ് പരുവത്തിൽ, ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്ന കണ്ടില്ലേ, അങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി, അല്ലാതെ വെള്ളം പോലെ നിൽക്കരുത്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അതിന് ശേഷം നമുക്ക് മുഖത്ത് മാത്രമല്ല കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇത് കാലിൽ അപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് കാലിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കാൽപാദത്തിലും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എനിക്ക് കാലിലൊക്കെ ഒരുപാട് പാടുകളുണ്ട്, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കാലിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും. കയ്യിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കയ്യിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രശ്നവും നമ്മുടെ സ്കിന്നിന് വരില്ല. കാരണം ഇതൊക്കെ നല്ല നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സാണ്. പിന്നെ അലർജി ഉണ്ടെങ്കിൽ പ്രത്യേകം അലർജിയുള്ള സംഭവങ്ങൾ അലർജിയുള്ളവർ യൂസ് ചെയ്യരുത്. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അവർ ചെയ്യുന്നത് ഞാനും ചെയ്തു എന്ന് പറയാതെ നിങ്ങൾക്ക് മഞ്ഞളോ പാലോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ്, അതേപോലെ ചെറുനാരങ്ങ ജ്യൂസോ ഒക്കെ അലർജി ഉള്ളവർ ഒരിക്കലും അത് അപ്ലൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കഴുത്തിൻ്റെ സൈഡിൽ. അത് കഴിഞ്ഞ് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പം നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിയിട്ട് വരാം കേട്ടോ. ഇതേ കണ്ടോ എൻ്റെ ഫേസ്. ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ ഫേസ് പാക്ക് ഇട്ട് മുഖം കഴുകിയേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ഒരു മോയ്സ്ചറൈസർ എടുത്ത് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ ഷർട്ടിലൊക്കെ ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് കഴുകിയാൽ പോകുമെന്ന് വിചാരിക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു കാര്യത്തിനല്ലേ, സാരമില്ല. അപ്പോൾ ഞാൻ നന്നായി മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ. ബൈ, ടാറ്റാ.